ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ തടി വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് എല്ലാവർക്കും കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്കൊരു വലിയ നേന്ത്രപ്പഴമാണ് വേണ്ടത്. വലിയ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴമല്ല. നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെറിയ പഴമോ അല്ലെങ്കിൽ മൈസൂർ പഴം അങ്ങനെയുള്ള പഴമെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നേന്ത്രപ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേന് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കൽക്കണ്ടം പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാര യൂസ് ചെയ്യരുത്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം തേന് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഴത്തിന് എൻ്റെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. പിന്നെ ഞാനൊരു 1/4 കപ്പോളം കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതായത് ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ കറുത്ത ഡ്രൈ ആയിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ, അതോ നിങ്ങൾക്ക് എടുക്കുക. അതാണ് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ പഴവും തേന് ഉണക്കമുന്തിരി ഇത് മൂന്നാണ് ഇപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഴം ഞാൻ പറഞ്ഞല്ലോ, നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് പശു നെയ്യാണ്. നല്ല ശുദ്ധമായ പശു നെയ്യ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് പശു നെയ്യ് എടുക്കാം. കൂടുതൽ ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പശു നെയ്യ് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് വയറ്റുന്ന പോക്കുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പശു നെയ്യ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കുറേ വാരി ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു സാധനമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ഈ തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയവർക്കും ഇത് കഴിച്ചാൽ നല്ല തടി വെക്കും. അത് മുഖം തുടുക്കാനും അതേപോലെ തന്നെ ശരീരം വണ്ണം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതേപോലെ ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആഡ് ചെയ്താലും ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഇങ്ങനെ മാഷ് ചെയ്തെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഏതൊരു ഫുഡ് കഴിക്കുന്നേരം അത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നതിലും നല്ലത് നമ്മൾ ചവച്ച് കഴിക്കുന്നതാണ്. ചിലർ ഈ കഞ്ഞിയൊക്കെ കുട്ടിയൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ്. അതങ്ങനെ കൊടുക്കുന്നതിലെല്ലാം നല്ലത് അവർ ചവച്ച് കഴിക്കുന്നതാണ്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ തടിക്ക് പിടിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഒരു ബൗള് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക എന്നാണെങ്കിൽ തടി വെക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് അധികം ഇത് ഇഷ്ടമാവും ചെയ്യും. കാരണം നല്ലൊരു മധുരമാണ് ഇതിനുണ്ടാകുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദം, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അതും കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും 1 മാസത്തിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് വെയിറ്റ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ദിവസവും ഇത് കഴിക്കൽ, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കൽ ഒരു മടുപ്പാണ്. ഒരു ദിവസം രാവിലെയാണെങ്കിൽ ഒരു ദിവസം ഈവനിങ് ആയിട്ടും ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വെയിറ്റ് ഗെയിനിങ് ഫുഡ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാമെന്നാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തടി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, ഏത്തപ്പഴം എടുക്കുക. അതുപോലെ തന്നെ ഗീൻ്റെ അളവ് അധികം കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് വയറ്റുന്ന പോക്ക് ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.